നമസ്കാരം. ചൊറിയാതെ വയ്യയിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ടീച്ചറെ, നമ്മൾ ഈ താലിബാനിൽ ആരെങ്കിലും അകപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഇനി അതല്ലെങ്കിൽ നമ്മുടെ ഇപ്പോ അറബ് രാജ്യങ്ങളിലൊക്കെ ശരിയാ നിയമപ്രകാരം ഒക്കെ ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലൊക്കെ അതിൽ നിന്നൊക്കെ നമ്മുടെ ഭരണാധികാരിയായിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട പ്രധാനമന്ത്രി മോദിജി കൃത്യമായിട്ടുമായിരുന്നു നമ്മുടെ ഇന്ത്യക്കാരെയൊക്കെ ഊരിക്കൊണ്ടുവരുന്നത്, കൃത്യമായിട്ട് രക്ഷപ്പെടുത്തി കൊണ്ടുവരുന്നൊക്കെ നമ്മൾ കാണാറുണ്ട്. അത്തരത്തിൽ ചിന്തിക്കുകയാണെങ്കിൽ സത്യത്തിൽ താലിബാൻ ആയാലും ഈ അറബ് രാഷ്ട്രങ്ങളുടെ ശരിയാ നിയമമാണെങ്കിൽ പോലും ഇവരിൽ നിന്നൊക്കെ ഈസി ആയിട്ട് രക്ഷിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥ തന്നെയാണ് നമുക്കുള്ളത്. പക്ഷെ ഇന്നിപ്പോൾ SFIയുടെ കരാള ഹസ്തങ്ങളിൽ പെട്ടുകഴിഞ്ഞാൽ അവരെ രക്ഷിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് നമ്മുടെ ഈ കേരളം മാറിയിരിക്കുന്നു. അതല്ലെങ്കിൽ SFI എവിടെയൊക്കെ ഉണ്ടോ ഈ നാട്ടിൽ അവിടങ്ങളിലൊക്കെ പെട്ടിരിക്കുന്നു, മാറിയിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. ഈ ഒരു വിഷയം പിന്നെ ഒട്ടനവധി ഇതോട് അനുബന്ധിച്ചുള്ള വിഷയങ്ങൾ തന്നെയാണ് നമ്മുടെ ഇന്നത്തെ ചൊറിയാതെ വഴിയിലുള്ളത്. എങ്ങനെയാണ് ഈ ഒരു വിഷയത്തെ ടീച്ചറുടെ ആ ഒരു ചൊറിയാതെ വഴിയിലെ ആരംഭം എങ്ങനെയാണ്? നമ്മുടെ എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി ഹൃദയംഗമായ സ്വാഗതം. ചൊറിയാതെ വയ്യ. ഒന്ന് ആലോചിച്ചു നോക്ക്, ഈ സിദ്ധാർത്ഥൻ എന്ന പയ്യന്റെ വിഷയം കഴിഞ്ഞ് ദിവസങ്ങൾ ഇത്രയായിട്ടും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വായ തുറന്ന് ഒരനുശോചനമെങ്കിലും രേഖപ്പെടുത്തിയോ? ഒടുവില് എന്തോ എങ്ങും തൊടാത്ത രൂപത്തിൽ ഒന്ന് പറഞ്ഞിട്ടുണ്ട്. വൈജിന് ഓർമ്മയുണ്ടോ? നമ്മുടെ അഭിനന്ദൻ വർദ്ധമാൻ പാകിസ്ഥാൻ പട്ടാളക്കാരുടെ കരാള ഹസ്തങ്ങളിൽ അകപ്പെട്ട് 3 ദിവസം കഴിഞ്ഞിട്ട്, ആലോചിക്കണം, പിടിച്ചാൽ ഉടനെ തല വെട്ടുന്ന, തലയ്ക്കു പകരം തല, പല്ലിനു പകരം പല്ല്, കണ്ണിനു പകരം കണ്ണ് എന്ന രൂപത്തിലുള്ള കിരാതന്മാരായ പാകിസ്ഥാൻ പട്ടാളക്കാരുടെ കയ്യിൽ അകപ്പെട്ട 3 ദിവസം കഴിഞ്ഞിട്ട് രോമത്തിന് പോലും ഒരു പോറലേൽക്കാതെയാണ് ഇന്ത്യക്ക് ആ മനുഷ്യനെ തിരിച്ചു കിട്ടിയത്. ധീരനായ പട്ടാളക്കാരനായിരുന്നു ആ മനുഷ്യൻ. ഇനിയും രണ്ടാമത്തെ ഭാഗം എടുക്കുക. സിദ്ധാർത്ഥൻ SFI ഭീകരരുടെ കയ്യിലാണ് സിദ്ധാർത്ഥൻ അകപ്പെടുന്നത്. ഒരു തുള്ളി വെള്ളം പോലും കിട്ടാതെ 3 ദിവസം മൃഗങ്ങളെ പോലും നാണിപ്പിക്കുന്ന തരത്തിൽ അതിക്രൂരമായി മർദ്ദിച്ച് മൃതദേഹവുമായി രക്ഷിതാക്കൾക്ക് കിട്ടിയ ഒരു സാധു കോളേജ് വിദ്യാർത്ഥി. മക്കളെ എല്ലാവരും ഒരുക്കി വിടുമ്പോ ഒരുപാട് പ്രതീക്ഷകളുണ്ട് മാതാപിതാക്കൾക്ക് മക്കളെ കുറിച്ച്. മക്കള് പഠിച്ച് ഓരോ തലങ്ങളിൽ എത്താൻ എല്ലാ മാതാപിതാക്കളും പരിശ്രമിക്കും. ഇന്ന് വല്ലാതെ വേദനയുണ്ടായിപ്പോയി ഒരു ഡോക്ടറുടെ, പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടറുടെ പോസ്റ്റ് കൂടി കണ്ടപ്പോൾ. നമ്മൾ വീണ്ടും ഇന്ന് ഈ വിഷയം തന്നെ ചൊറിയുന്നത് മുഖ്യധാരാ മാധ്യമങ്ങളോ രാഷ്ട്രീയ പ്രവർത്തകരോ ഒന്നും ഈ വിഷയത്തിന് അർഹിക്കുന്ന ഗൗരവം നൽകാത്തത് കൊണ്ടാണ് വീണ്ടും നമുക്ക് ഈ വിഷയം ചർച്ചയ്ക്കെടുക്കേണ്ടി വരുന്നത്. വെള്ളം പോലും കൊടുക്കാതെ 3 ദിവസം ക്രൂരമായി പീഡിപ്പിച്ച്, താലിബാൻ മോഡൽ വിചാരണ എന്നൊക്കെ പറഞ്ഞാൽ താലിബാനുകൾ നമുക്കെതിരെ കേസ് കൊടുക്കും. കാരണം അവര് ചോദിക്കുന്നു, അപ്പൊ തന്നെ കയ്യും കാലും കഴുത്തും ഒക്കെ വെട്ടുന്നു. അതാണ് അവർ. അപ്പോ ഈ കമ്മ്യൂണിസ്റ്റ് ഭീകരർ കൊലപ്പെടുത്തിയ ഈ ആൺകുട്ടി ആലോചിക്കണം. ആ പയ്യന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് മസിലുകൾ തകർക്കപ്പെട്ട്, താടിയെല്ല് തകർത്ത്. നമ്മൾ വീണ്ടും ഈ വിഷയം പറയുന്നത് മാധ്യമങ്ങൾ ഈ വിഷയം വേണ്ടുന്ന ഗൗരവത്തിൽ എടുക്കാത്തത് കൊണ്ടാണ്. നട്ടെല്ലിന്റെ മുകൾ ഭാഗം മുതൽ താഴ്ഭാഗം വരെ പരിക്ക്, തോളിൽ ആഴത്തിൽ മുറിവ്, ശരീരത്തിൽ 10-ലധികം ചെറിയ മുറിവുകൾ, നെഞ്ചില് നീളത്തില് ചവിട്ടി മെതിച്ച, ബെൽറ്റിനടിച്ച അടയാളം, നെഞ്ചിന്റെ നടുഭിത്തിക്ക് കുറുകെ മാരകമായ രൂപത്തിലുള്ള മുറിവ്. അതിലേറെ ആ മാതാപിതാക്കളെ വേദനിപ്പിച്ചത് വയറ് കാലിയാണ്. ഒരു തുള്ളി വെള്ളം ആ ആമാശയത്തിൽ എത്തിയിട്ട് ദിവസം 3 ആയിരിക്കുന്നു. അങ്ങനെ വാരിയെല്ലില് മുറിവ്, ചെറുകുടൽ മുതൽ വൻകുടലു വരെ നീല കലർന്ന ചുവപ്പ് നിറത്തിലായെന്ന് പറയുമ്പോൾ ഏത് രൂപത്തിലായിരിക്കും ആ പയ്യനേറ്റിരിക്കുന്ന മർദ്ദനം? ക്രൂരമായ പീഡന കൊലപാതകമാണിത് എന്ന് ഈ റിപ്പോർട്ടിൽ വ്യക്തമായി പറയുമ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനെ കുറിച്ച് ഡോക്ടർ ആശ ഉല്ലാസ് അവരെഴുതിയ പോസ്റ്റ് വായിച്ചാൽ നമുക്ക് നമ്മുടെ മക്കളെ കലാലയത്തിലേക്ക് വിടണോ എന്ന് ചിന്തിച്ചു പോകും. മനുഷ്യനാണെന്നൊക്കെ പറഞ്ഞ് പാട്ടും പാടി നടക്കുന്ന കമ്മ്യൂണിസ്റ്റ് ക്രിമിനലുകൾ ഉണ്ടല്ലോ, ഇവര് ചെയ്ത ക്രൂരത ഈ ലോകമറിയണം. TP ചന്ദ്രശേഖരനെ 51 വെട്ടുവെട്ടി കൊന്നിട്ട്
അതിൽ പാർട്ടിക്ക് പങ്കില്ലെന്ന് പറഞ്ഞതുപോലെ തന്നെ സിദ്ധാർത്ഥനെ ക്രൂരമായി കൊന്നിട്ട് അതിൽ പാർട്ടിക്ക് പങ്കില്ലെന്ന് പറഞ്ഞ് ഉളുപ്പില്ലാതെ വന്ന് ന്യായീകരിക്കുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന് എന്തുമാത്രം തെളിവുകൾ കിടക്കുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ തന്നെ. എന്നിട്ടും ചാനലുകളിൽ വന്നിരുന്ന് ചോദിക്കുന്നു എന്താ ഉണ്ടായേ? പതിവ് പോലെ തന്നെ ക്രൂരമായി കൊലപ്പെടുത്തിയ ശേഷം ആ പയ്യന്റെ പേരില് ഒരു പെണ്ണുകേസ് കൂടി ഉണ്ടാക്കി വെച്ചു കൊടുത്തു. അവൻ കൊല്ലപ്പെട്ടവനാണ് എന്ന ഒരു പ്രചാരണം നടത്തുമ്പോൾ കമ്മ്യൂണിസ്റ്റ് ക്രിമിനലുകൾ ചെയ്തത് തെളിവ് നശിപ്പിക്കാൻ വേണ്ടി ആ മൃതദേഹം കെട്ടിപ്പൊക്കി തൂക്കി പിന്നീട് അത് അഴിച്ചെടുക്കുന്നു. TP ചന്ദ്രശേഖരനെ കൊല്ലാൻ പോകുന്ന സമയത്ത് ആദ്യം മാഷാ അല്ലാ എന്ന് സ്റ്റിക്കർ ഒട്ടിച്ചു. കൊന്ന ശേഷം പതിവ് പോലെ ഒരു സ്ത്രീ വിഷയം ഉണ്ടാക്കി പ്രചരിപ്പിച്ചു. അദ്ദേഹത്തിന്റെ ഭാര്യ മിടുക്കിയായതുകൊണ്ടും കേരളത്തിന്റെ രാഷ്ട്രീയ സ്വഭാവം അറിയുന്നത് കൊണ്ടും അവര് ലോകത്തോട് അത്തരം സത്യങ്ങൾ വിളിച്ചു പറഞ്ഞു. അതിന്റെ പേരിൽ അവരെത്ര പ്രയാസങ്ങൾ അനുഭവിച്ചു. ഈ കമ്മ്യൂണിസ്റ്റ് ഭീകരരുടെ പിടിച്ചുപറി സഹിക്കാൻ വയ്യാതെ കണ്ണൂരില് സാജൻ എന്നാണെന്ന് തോന്നുന്നു അയാളുടെ പേര്, ഒരു വ്യവസായി ആത്മഹത്യ ചെയ്തു. അയാളുടെ ഭാര്യയെ കുറിച്ച് എന്തൊക്കെ വൃത്തികേടുകളാണ് ഈ കമ്മ്യൂണിസ്റ്റ് നാറികൾ പറഞ്ഞു പരത്തിയത്. ഇപ്പോ കൊല്ലപ്പെട്ട സിദ്ധാർത്ഥിന്റെ കുടുംബത്തെയാണ് വളഞ്ഞിട്ട് ഇവർ ആക്രമിക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ വിഷയം ചർച്ചയ്ക്കെടുത്തേ പറ്റൂ. ഒരു മകനെ ഒരുക്കി ഇല്ലാത്ത പണം ഉണ്ടാക്കി ഒരുപാട് സ്വപ്നങ്ങൾ കണ്ട് പ്രതീക്ഷയോടെ ഒരു കലാലയത്തിലേക്ക് അയച്ചിട്ട് ചേതനയറ്റ ശരീരം അവരുടെ കൈവെള്ളയിൽ വച്ചു കൊടുത്തത് മാത്രമല്ല ആ കുടുംബത്തെയും വളഞ്ഞിട്ട് ആക്രമിക്കാൻ ശ്രമിക്കുന്നു. കമ്മ്യൂണിസ്റ്റ് ഭീകരതയാൽ കൊല്ലപ്പെട്ട സിദ്ധാർത്ഥന് നീതി ലഭിക്കണമെങ്കിൽ എത്രയും വേഗം ഈ കേസ് കേരള പോലീസിൽ നിന്ന് മാറ്റണം. കാരണം ഇവരെ തെളിവുകൾ നശിപ്പിക്കും. പിണറായിക്ക് വേണ്ടി മാത്രം വർക്ക് ചെയ്യുന്ന കുറച്ച് പോലീസുകാരുണ്ട് ഈ പച്ച വെളിച്ചത്തില്. ഇത് കേന്ദ്ര ഏജൻസികൾക്ക് നൽകണം ഈ കേസ്. സംഭവം നടന്ന ഏതാണ്ട് 10-11 ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴാണ് ആദ്യത്തെ അറസ്റ്റ് ഉണ്ടാകുന്നത് പോലും. തെളിവുകളെല്ലാം അതിനോടകം തന്നെ ഇവർ നശിപ്പിച്ചിട്ടുണ്ടാകും. TP ചന്ദ്രശേഖരന്റെ വധക്കേസില് വിചാരണ കോടതി വിധി നമ്മൾ കണ്ടതാണ്. ഹൈക്കോടതി ശരിവെച്ചു, കമ്മ്യൂണിസ്റ്റ് ഭീകരരുടെ ശിക്ഷ ഉയർത്തി. എന്നിട്ട് പോലും ആ കമ്മ്യൂണിസ്റ്റ് തീവ്രവാദികൾ ഒരു ഉറുമ്പിനെ പോലും നോവിക്കാത്ത പാവങ്ങളാണെന്ന് വാദിക്കാൻ, ന്യായീകരിക്കാൻ പാർട്ടി മുമ്പിൽ ഉണ്ടായിരുന്നു. അതായത് ഇന്ത്യയിലെ കോടതികൾ ശിക്ഷിച്ചാലൊന്നും പാർട്ടി അംഗീകരിക്കില്ല. പാർട്ടിക്ക് പാർട്ടിയുടേതായിട്ടുള്ള ഒരു കോടതിയുണ്ട്. ഇങ്ങനെ പോയാൽ സിദ്ധാർത്ഥ് വധക്കേസിൽ പ്രതികളായ ഈ കമ്മ്യൂണിസ്റ്റ് ഭീകരർക്ക് വേണ്ടി കേസ് നടത്താൻ വേണ്ടി പിരിവിനായി ബക്കറ്റും തൂക്കി ഉളുപ്പില്ലാതെ ഇവർ നമ്മുടെ മുമ്പിലേക്കും വരുന്ന കാഴ്ച കേരളം അതിവിദൂരമല്ലാതെ തന്നെ അനുഭവിക്കാൻ പോകുകയാണ്. നമ്മളുടെയൊക്കെ കാലത്തെ SFI ഇങ്ങനെ ആയിരുന്നില്ല എന്നൊക്കെ പറഞ്ഞ് കുറെ ഊളകൾ ന്യായീകരണങ്ങളുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. SFIയിലുള്ളത് ക്രിമിനലുകളാണോ എന്ന് എങ്ങനെ ഉറപ്പാക്കാൻ കഴിയുമെന്ന് ഇവര് ചാനലുകളിൽ വന്ന് ചോദിക്കുമ്പോൾ ഈ തെളിവുകൾ ഇട്ടുകൊടുത്താൽ പോലും അവർക്ക് അത് അംഗീകരിക്കാൻ പറ്റുന്നില്ല. SFI എന്ന കമ്മ്യൂണിസ്റ്റ് ഭീകര സംഘടന പോപ്പുലർ ഫ്രണ്ടിന്റെ ക്യാമ്പസ് ഫ്രണ്ടിനേക്കാൾ മാരകമാണ്, അതിനേക്കാൾ ഭീകരമാണ്. ഈ ഭീകര സംഘടനയുടെ സംസ്ഥാന സെക്രട്ടറി ഏതാണ്ട് 42 ക്രിമിനൽ കേസിൽ പ്രതിയാണെന്നൊരു ചാനലിൽ കണ്ടു. അതെല്ലാം അമേരിക്കൻ സാമ്രാജ്യത്വത്തിനും കുത്തക മുതലാളിമാർക്കുമെതിരെ സമരം ചെയ്തതിന്റെ പേരിലാണോ? സ്ത്രീകൾക്ക് നേരെയുള്ള അക്രമമായിരുന്നു അതെല്ലാം. അതിന്റെ പേരിലാണ് അത്തരം ക്രിമിനൽ കേസുകളൊക്കെ ഉണ്ടായത്. അധ്യാപകരെ ആക്രമിച്ചതിന്റെ പേരിൽ, കഞ്ചാവ് കേസിന്റെ പേരിൽ, സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമത്തിന്റെ പേരിൽ, തട്ടിപ്പും വെട്ടിപ്പും ചോദ്യപേപ്പർ ചോർത്തലും വ്യാജരേഖകൾ ചമയ്ക്കലും മുതൽ കൊലപാതകം തുടങ്ങി ബലാത്സംഗം വരെ ഈ കമ്മ്യൂണിസ്റ്റ് ഭീകര പ്രസ്ഥാനത്തിന്റെ യുവ നേതാക്കന്മാർക്കും അണികളുടെയും പേരിൽ കേസുകളുണ്ട്. SFI എന്ന ഈ കമ്മ്യൂണിസ്റ്റ് ഭീകര പ്രസ്ഥാനം കാരണമാണ് കേരളത്തിലെ കോളേജുകളിൽ പല കുട്ടികൾക്കും പഠിക്കാൻ പോലും ഭയമായിരിക്കുന്നു. ഇവന്റെയൊക്കെ വേലയും കൂലിയും ഇല്ലാത്ത നേതാക്കന്മാരുടെ മക്കളൊക്കെ വിദേശത്ത് കോടികൾ മുടക്കി പഠിക്കുക. കോളേജുകളിൽ അധ്യാപകരായി കയറുന്നതിന് നല്ലൊരു പങ്കും യോഗ്യതയില്ലാത്ത കമ്മ്യൂണിസ്റ്റ് ഭീകരന്മാരുടെ ഭാര്യമാരും പിൻവാതിൽ സംവരണത്തിലൂടെ വരുന്നവരുമാണ്. SFI എന്ന ഈ കമ്മ്യൂണിസ്റ്റ് തീവ്രവാദ സംഘടനയെ നിരോധിക്കാതെ കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോ കേരളത്തിന്റെ നവോത്ഥാനമോ ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കരുത്. ചെറുപ്പത്തിലെ തന്നെ മനുഷ്യരെ കൊല്ലാനുള്ള ട്രെയിനിങ് പോപ്പുലർ ഫ്രണ്ട് ഭീകരര് രാത്രി പട്ടിയെ വെട്ടി